അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കുന്ന ആയിഷ ബീവിക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത റമളാൻ എന്നാണോ ഒന്ന് അന്ന് മുതൽ റമളാൻ 30 വരെ അല്ലെങ്കിൽ 29 വരെ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞ ആ ഒരു അതിശ്രേഷ്ഠമായ ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഈ ദിക്ർ ഒന്നിച്ചു പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. പരിശുദ്ധമായ റമളാനിൻ്റെ ഈ ആദ്യത്തെ നിമിഷങ്ങളുണ്ടല്ലോ, റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആ ഒരു ശഅബാൻ കഴിഞ്ഞ് റമളാനിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ടൈമുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റമളാനിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ, കഴിഞ്ഞു പോകുന്ന ശഅബാനിനെ നല്ലപോലെ യാത്രയാക്കാൻ പറ്റുന്ന ഒരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ, അതായത് ഈ റമളാൻ മാസം നമുക്ക് മുഴുവനും അനുകൂലമാവണം. അതിന് മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റൽ അളീമ رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا
علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا ഈ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ റഹ്മാനെ. ഒരുപാട് ഞങ്ങൾ ദുആ ചെയ്ത് ഞങ്ങളുടെ അതിഥിയായി കടന്നു വന്ന ഈ റമളാനിനെ തൃപ്തിപ്പെടുത്താനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. ഈ റമളാനിൽ മുഴുവൻ നോമ്പ് പിടിക്കുവാനും തറാവീഹ് നമസ്കരിക്കുവാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ മുഴുവനും നീ അതിന്റെ പോരായ്മകൾ പരിഹരിച്ചു സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നിന്റെ റഹ്മത്തിന്റെ 10ആണല്ലോ അല്ലാഹ്. ആ റഹ്മത്ത് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ അല്ലാഹുവേ, കോപിച്ചു പോകുന്ന അല്ലെങ്കിൽ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മവും നീ സ്വീകരിക്കണേ റഹ്മാനെ. കഴിഞ്ഞുപോയ റജബും ശഅബാനും അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മാസത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ ഉദവി നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടമുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കും മാത്രമല്ല, ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, വാഹനം, വീട്, എല്ലാത്തിനുമുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമ്മൾ ഒരുപാട് കണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ദിക്റിൻ്റെ മജ്ലിസിലല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അടുത്തതായി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അതിശ്രേഷ്ഠമായ നമ്മളൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാ എന്നത്. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ളതാണ് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ. ആ ഇസ്മും അതുപോലെ തന്നെ ദിക്റും കൂടി ചേർത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഫത്താഹു യാ അല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഫത്താഹു യാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിലേക്ക് നമ്മളെല്ലാം ഭരമേൽപ്പിക്കണമെന്നാണ്. മനുഷ്യനാണ് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നതിൽ ഏറ്റവും കുറവുള്ള ആൾ. ബാക്കി എല്ലാ ജീവികളും അള്ളാഹുവിലേക്ക് എല്ലാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കാക്ക, നമ്മുടെ വീട്ടിലുള്ള കാക്കയും പൂച്ചയും പട്ടിയും അതുപോലെ തന്നെ പശുവൊക്കെ ഇത് നാളെ തിന്നാമെന്ന് പറഞ്ഞ് കുറച്ച് പുല്ല് മാറ്റി വെക്കുമോ? നമ്മളല്ലേ മാറ്റി വെക്കുന്നത്. അതുങ്ങൾ അങ്ങനെ കാരണം അവർക്കൊരു എല്ലാ ജീവികൾക്കും ഒരു വിശ്വാസമുണ്ട്, എനിക്ക് നാളെ പടച്ചവൻ ഭക്ഷണം തരുമെന്ന്. നമുക്ക് ആ വിശ്വാസം ഉണ്ട്, പക്ഷെ എന്നാലും ഒരു പേടിയാണ്, നമ്മളൊക്കെ കരുതി വെക്കും. അപ്പോൾ എല്ലാ അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. നമ്മുടെ ജീവിതമൊക്കെ തവക്കുലാണ് അല്ലേ. എപ്പോഴാണ് അപകടം സംഭവിക്കുക, മരണം സംഭവിക്കുക ഒന്നും അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവുമില്ല നമ്മുടെ ജീവിതം റാഹത്തിലാവാൻ ഒരു തവക്കുലിൻ്റെ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പറയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ
ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, 1000 വർഷത്തെ പുണ്യം കരസ്ഥമാക്കാൻ പറ്റിയ ഒരു ദിക്റാണ്. 1000 വർഷത്തെ പുണ്യം മുഴുവനും നമുക്ക് കരസ്ഥമാക്കാൻ അത്രമാത്രം ശ്രേഷ്ഠത കിട്ടുന്ന ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. നബിതങ്ങളോട് നമ്മൾ സ്വലാത്ത് നേരിട്ട് പറയുന്ന രൂപം, നബിതങ്ങളോട് നമ്മൾ നേരിട്ട് മുന്നിൽ ചെന്നിട്ട് പറയുന്ന പോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറയാം. ഏതാണത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു
വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു 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 വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നമ്മൾ കുറച്ച് സ്വലാത്തും കൂടി ചൊല്ലുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് 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 അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞിട്ടുള്ള ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, തസ്ബീഹുണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ പേരുകൾ അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മക്കളുടെ പരീക്ഷകളും എല്ലാ മക്കളുടെയും പരീക്ഷകൾ അല്ലാഹു എളുപ്പത്തിലാക്കട്ടെ. അതുപോലെ മുസ്ലിം സമുദായം ഒരുപാട് പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഗസയിലും ഫലസ്തീനിലൊക്കെ ഒരുപാട് വിഷമത്തിലാണ് മുഅ്മിനീങ്ങൾ ഉള്ളത്. അല്ലാഹു എല്ലാവർക്കും സമാധാനവും ഇസ്സത്തും മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല അഭിമാനവും കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമah. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ
فإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أرحم الراحمين يا രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് തെറ്റുകൾ പറ്റിയവരാണ് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ഒറ്റക്കും കൂട്ടായും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ ഏറ്റുപറയുകയാണ് എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് ഉസ്താദുമാര് ഭാര്യമാര് അതുപോലെ ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് പേരക്കുട്ടികള് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ് അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകണേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളോട് ഒരുപാട് പേര് ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരു ദിക്റിന്റെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട് എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ് ക്യാൻസർ തരല്ലേ അല്ലാഹ് ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ് ഞങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ആക്കല്ലേ റഹ്മാനെ കരള് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നീ ഖുവ്വത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ഇനി നിന്റെ ഖളായിൽ ഞങ്ങൾക്ക് മരണം അടുത്താണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ റബ്ബേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് ആരോടും പിണക്കമില്ലാതെ നല്ല സ്വാലിഹായ മരണം സ്വാലിഹായ ആളുകൾ മരിക്കുന്നത് പോലെയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് രോഗികളായ ആളുകളുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാഹ് പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങളെ ദുആ വസിയത്ത് അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ് ഒരുപാട് സാലറികൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ആ പ്രതിസന്ധി നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ റമദാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും തൗഫീക്ക് നൽകണേ റഹ്മാനെ കടങ്ങളുള്ളവരുണ്ട് കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് മാനസികമായ പ്രയാസങ്ങൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾ എല്ലാം നീ മാറ്റി സലാമത്ത് നൽകണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാണ് ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ് SSLC പരീക്ഷയുണ്ട് +1 +2 അതുപോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ വലിയ ക്ലാസ്സുകൾ ഡിഗ്രി എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ് നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് നീ ബുദ്ധി കൊടുക്കണേ അല്ലാഹ് ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാഹ് അല്ലാഹു പടച്ചവനെ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വെച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ നീ മക്കളിലുള്ള ദുശീലങ്ങൾ മാറ്റി തരണേ റഹ്മാനെ ഒരുപാട് വാശിയുള്ളവരുണ്ട് അതുപോലെ മയക്കുമരുന്നിന് അടിമകളായവർ അതുപോലെ തന്നെ മോശത്തരത്തിന് അടിമയായവർ മൊബൈലിന് അഡിക്റ്റ് ആയവർ റഹ്മാനെ എല്ലാവിധത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സ് കാണുന്ന ഈ സദസ്സ് സ്ഥിരമായി കേൾക്കുന്ന ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവരാണ് എല്ലാവരുടെയും എല്ലാ ദുആ വസിയത്തുകളും നീ ഖബൂലാക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ അല്ലാഹ് അല്ലാഹുവേ പ്രതിസന്ധികൾ മാറ്റി തരണേ അല്ലാഹ് അല്ലാഹുവേ നിന്റെ ഖൈർ എന്താണോ അത് ഞങ്ങൾക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തവരാണ് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് പേര് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലാണ് അവർക്കെല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ് ഒരുപാട് പേര് ക്യാൻസർ രോഗികളാണ് മറ്റു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ റബ്ബേ എല്ലാവർക്കും ഞങ്ങൾക്കും അവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. അല്ലാഹു ഇന്ത്യ മുസ്ലിമീങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ഈ ദിക്റിന്റെ ഒക്കെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ തട്ടി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ ഹിഫാദത്ത് നൽകണേ അല്ലാ. പറ്റിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്, അതിനെ തൊട്ട് കാക്കണേ അല്ലാ. വഞ്ചിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ പൈസ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമായ പൈസയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മറ്റുള്ളവർ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പൈസ കൊണ്ടുപോകുന്ന, ഞങ്ങളുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. ഒരുപാട് പേര് ഗതികേട് കൊണ്ട് റബ്ബേ ബാങ്ക് ലോൺ എടുത്തവരാണ്, അതടക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. അതുപോലുള്ള അവസ്ഥകൾ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ റഹ്മാനെ. സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായിട്ട് നീ അത് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ചതികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജിസിക്കിൽ നീ വിശാലത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മരണം എപ്പോഴാണോ വിധിച്ചിട്ടുള്ളത് ഖൈറായ മരണം തരണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ദുആഇനെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.